അസ്സലാമു അലൈക്കും. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ബഹുമാന്യരായ അതിഥികളെ, സഹപ്രവർത്തകരെ, സുഹൃത്തുക്കളെ, ഈ വൈകിയ വേളയിൽ ഇനിയും ഒരുപാട് കാര്യങ്ങൾ വിശദീകരിക്കണമെന്നില്ല. മനുഷ്യൻ്റെ രാഷ്ട്രീയ ചരിത്രമെന്ന് പറയുന്നത് ഈ അധികാരത്തോടുള്ള പ്രതിപ്രവർത്തനവുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒന്നാണ്. നമ്മളിപ്പോൾ ജീവിക്കുന്ന ഇന്ത്യയിൽ നമ്മൾ ജനിക്കുന്നത് തന്നെ മിക്കവാറും ഒരു നിയമപ്രശ്നത്തിൻ്റെ ഉള്ളിലാണ്. നമ്മുടെ പൗരത്വം, ഒരു ജനനം തന്നെ ഒരു നിയമപ്രശ്നമാണ് ഇപ്പോൾ ഇന്ത്യയിൽ. അവിടെ നിന്ന് തുടങ്ങിയാൽ പിന്നെ ഓരോ കാര്യങ്ങളിലും വലിയ വിവാദങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഈ NEP ആയിട്ട് ബന്ധപ്പെട്ട ഡോക്യുമെൻ്റൊക്കെ നമ്മൾ നോക്കുകയാണെങ്കിൽ മിക്കവാറും വളരെ ഹോളിസ്റ്റിക് ആയിട്ടുള്ള കുറേ കാര്യങ്ങളൊക്കെ അതിൽ പറയാൻ ശ്രമിക്കുന്നുണ്ട്. അവർ വളരെ സമഗ്രമായ, എല്ലാവരെയും ഉൾക്കൊള്ളുന്ന, കുറേ കൂടി പിന്നെ ഡ്രോപ്പ് ഔട്ട്സോട്ടൊക്കെ കുറച്ച് കൂടുതൽ എല്ലാ ആളുകൾക്കും വിദ്യാഭ്യാസം കൊടുത്ത് എല്ലാവരെയും ഉയർന്ന വിദ്യാഭ്യാസ തലത്തിലേക്ക് എത്തിക്കുന്ന രീതിയിലൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ പൊതുവെ നോക്കുമ്പോൾ ഇതൊക്കെ പല പുരോഗമനപരമായ ആശയങ്ങളാണ് ഇതിലൊക്കെ ഇങ്ങനെ പ്രകടമായ രീതിയിൽ കാണുക. അത് വാസ്തവത്തിൽ ശരിയാണ്, ഒരർത്ഥത്തിൽ അത് ശരിയായി തന്നെയാണ് അവർ പറയുന്നത്. പക്ഷേ ഈ എല്ലാവരും എന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കുന്ന എല്ലാവരും അല്ല അത്. അതാണ് ഇതിലുള്ളൊരു വലിയ പ്രശ്നം. അതും പുതിയൊരു കാര്യമല്ല. വളരെ പഴയ കാലം മുതൽ തന്നെ ഈ നഗരം, പൗരൻ എന്ന ചിന്ത തുടങ്ങുന്നപ്പോൾ ഗ്രീസ് മുതൽ തന്നെ നമുക്ക് വേണമെങ്കിൽ പറയാം. ഗ്രീസിൽ തന്നെ പുരത്തിൽ ജനിക്കുന്ന ആളാണ് പൗരൻ. അപ്പോൾ ഈ പുരത്തിന് പുറത്തുള്ള, അതായത് നഗരത്തിന് പുറത്തുള്ള ആളുകളെയൊന്നും അന്നും മനുഷ്യരായിട്ട് കണക്കാക്കിയിട്ടുണ്ടായിരുന്നില്ല. അരിസ്റ്റോട്ടലിൻ്റെ ചിന്തകൾ മുതൽ തന്നെ ഈ പ്രശ്നം വളരെ സങ്കീർണമായിട്ട്, അല്ലെങ്കിൽ സജീവമായിട്ട് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ അരിസ്റ്റോട്ടലിനെ തന്നെ നമുക്കൊരർത്ഥത്തിൽ നഗരവൽക്കരണത്തിൻ്റെ തത്വചിന്തകനായിട്ട് മനസ്സിലാക്കാം. അദ്ദേഹം ഒരു തർക്കശാസ്ത്രത്തിൻ്റെ ഉസ്താദായിരുന്നല്ലോ. അദ്ദേഹത്തിന് ഇത് അറിയാൻ പാടില്ലാത്തതുകൊണ്ടല്ല, പക്ഷേ അവരാരും ഈ പുരത്തിന് പുറത്ത് വസിക്കുന്ന ആളുകളെ, പിന്നെ അപരിഷ്കൃതരായിട്ടുള്ള അവർ വിചാരിക്കുന്ന ആളുകളെ, അല്ലെങ്കിൽ അടിമകളെ, സ്ത്രീകളെ പോലും പലപ്പോഴും ഈ ഒരു വൃത്തത്തിനുള്ളിൽ പെടുത്തിയിട്ടില്ല. ആ ഒരു ചിന്തയുടെ തുടർച്ച തന്നെയാണ് ഇപ്പോഴും. ഈ അടിസ്ഥാനപരമായിട്ട് ആരെയൊക്കെ ഉൾക്കൊള്ളുന്നു, ആരെയൊക്കെ പുറന്തള്ളാൻ ശ്രമിക്കുന്നു എന്നതിനടുത്തേക്കാണ് കാര്യങ്ങൾ എത്തുന്നത്. അപ്പോൾ ഈ സ്റ്റേറ്റ് എന്ന് പറയുന്നൊരു സംവിധാനം മുമ്പ് വളരെ പെരിഫറലായിട്ട് മാത്രം മനുഷ്യൻ്റെ സാമൂഹിക ജീവിതത്തിൽ ഇടപെട്ടു പോന്നിരുന്ന ഒന്നായിരുന്നു എങ്കിൽ ഇപ്പോൾ വളരെ സൂക്ഷ്മതലത്തിൽ നമ്മുടെ ശരീരത്തിലേക്ക് ആഞ്ഞു പ്രവേശിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സംവിധാനമായിട്ട് സ്റ്റേറ്റ് മാറിയിട്ടുണ്ട്. ഒരുപക്ഷെ ആ സ്റ്റേറ്റിൻ്റെ അങ്ങനെയുള്ള ഒരു അധിനിവേശത്തിൻ്റെ ആദ്യത്തെ ഇരയായിരിക്കും ഈ ഒരു മോദി ഫാഷിസ്റ്റ് സർക്കാരിൻ്റെ തുടക്കത്തിൽ ഉണ്ടായ നമ്മളെല്ലാവരും എപ്പോഴും ഓർത്തിരിക്കേണ്ട രോഹിത് വെമുല എന്ന് പറയുന്നത്. അദ്ദേഹം സാങ്കേതികമായി ആത്മഹത്യ ചെയ്തതാണെങ്കിലും യഥാർത്ഥത്തിൽ ഈ ഒരു എക്സ്ക്ലൂഷൻ്റെ ഇരയായിരുന്നു അദ്ദേഹം. ഈ ഒരു വ്യവസ്ഥിതിയുടെ ഉള്ളിൽ പെടുന്ന, പൗരത്വം കിട്ടിയ ആളല്ല, അല്ലെ കിട്ടാൻ പോകുന്ന ആളല്ല ഞാനെന്ന് മനസ്സിലാക്കിയിട്ട് അദ്ദേഹം ഈ നമ്മളോട് വിട പറഞ്ഞു പോയതാണ്. അപ്പോൾ ഈ ഒരു പുറന്തള്ളലിൻ്റെ ഏറ്റവും വലിയ ഇരകളാണ് മുസ്ലിങ്ങൾ, നമുക്കറിയാം, ദളിതുകൾ ഒക്കെയും. അപ്പോൾ ഇത് സ്റ്റേറ്റ് പ്രഖ്യാപിക്കുന്ന വിവിധ പദ്ധതികൾ, അതിലൊന്നാണ് ഇപ്പോൾ NEP നമ്മുടെ മുമ്പിൽ വന്ന് നിൽക്കുന്നു, പൗരത്വ പ്രശ്നം നിൽക്കുന്നു, വേറെ പല പദ്ധതികൾ ഓരോന്നായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിനോടുള്ള ഒരു പ്രതിരോധം, നേരത്തെ ഇവിടെ പലരും സൂചിപ്പിച്ചതുപോലെ, പ്രതിരോധം വളരെ പ്രധാനപ്പെട്ട ഒന്ന് തന്നെയാണ്. ഇപ്പോൾ ഫുക്കോയുടെയൊക്കെ ചിന്തയിൽ വരുന്ന പോലെ വേർ ദർ ഈസ് പവർ ദർ ഈസ് റെസിസ്റ്റൻസ് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അധികാരം എവിടെയൊക്കെ പ്രവർത്തിക്കുന്നുണ്ടോ അവിടെയൊക്കെ മനുഷ്യനിൽ പ്രതിപ്രവർത്തനം ഉണ്ടാകും. അതൊരു മനുഷ്യ സ്വഭാവമായിട്ട് ഒരുപക്ഷെ ദൈവം നിശ്ചയിച്ചു വെച്ചിട്ടുള്ള ഒന്നായിരിക്കും. അപ്പോൾ ഈ പ്രതിപ്രവർത്തനം ഏറ്റവും സൂക്ഷ്മതലത്തിലേക്ക്, നമ്മുടെ രാഷ്ട്രീയ പ്രതിരോധങ്ങളുടെ ഒരു വലിയ അപജയം എന്ന് പറയുന്നത് എപ്പോഴും വളരെ ഉപരിവിപ്ലവമായ രീതിയിൽ നമ്മുടെ സമരങ്ങൾ അവസാനിക്കുന്നു എന്നുള്ളിടത്താണ്. പക്ഷെ അത് എനിക്ക് തോന്നുന്നു ഇപ്പോൾ മിക്കവാറും പലരും അത് തിരിച്ചറിയുന്നുണ്ട്. രാഹുൽ ഗാന്ധി പോലും ചെറിയ രീതിയിൽ അത് പറഞ്ഞു തുടങ്ങിയിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത്തരം സമരങ്ങൾ കൊണ്ടൊന്നും നമുക്ക് ഈ ഒരു വ്യവസ്ഥിതിയെ മാറ്റിമറിക്കാൻ കഴിയില്ല. വളരെ സൂക്ഷ്മാർത്ഥത്തിലുള്ള സൂക്ഷ്മ രാഷ്ട്രീയ തലത്തിലേക്ക് നമ്മുടെ പ്രതിരോധങ്ങൾ വികസിക്കേണ്ടതുണ്ട്. എല്ലാവർക്കും അവകാശമുണ്ട് എന്നുള്ള, വളരെ ഇപ്പം എല്ലാവർക്കും അവകാശം ഉണ്ടെന്നുള്ള കാര്യത്തിൽ ആർക്കും തർക്കം ഉണ്ടാവുമല്ലോ. പക്ഷേ ഈ ഹനാരൻ്റെ ഒക്കെ പറയുന്നത് പോലെ റൈറ്റ് ടു ഹാവ് ദ റൈറ്റ് എന്ന് പറയുമല്ലോ. എല്ലാവർക്കും അവകാശം ഉണ്ടെന്ന് പറയുന്ന കാര്യം വളരെ ശരിയാണ്. പക്ഷേ അവകാശത്തിനുള്ള അവകാശം എല്ലാവർക്കും ഉണ്ടാകില്ല.
അങ്ങനെ ഒരു വ്യവസ്ഥിതിയിലേക്കാണ് പ്രായോഗികമായിട്ട് നമ്മൾ കടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. സങ്കീർണമായ ഒരു സാഹചര്യമാണ്. എല്ലാ കാലഘട്ടത്തിലും ഇത്തരം സങ്കീർണമായ സാഹചര്യങ്ങൾ തന്നെയാണ് മനുഷ്യൻ അഭിമുഖീകരിച്ചുകൊണ്ടിരുന്നത്. ഓരോ കാലഘട്ടത്തിലും മനുഷ്യൻ്റെ കപ്പാസിറ്റിക്ക് അനുസരിച്ചിട്ടുള്ള കാര്യങ്ങളാണ് ആ കാലഘട്ടത്തിൽ നമ്മൾ കണ്ടിട്ടുള്ള മനുഷ്യ ചരിത്രത്തിൽ എപ്പോഴും മനുഷ്യൻ പ്രതിരോധിച്ച് തന്നെയാണ് അവൻ്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോയിട്ടുള്ളത്. ഈ കാലഘട്ടത്തിലും അങ്ങനെ തന്നെയാണ് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്. നമ്മുടെ ശേഷി വളരെ മുന്നോട്ട് പോയിട്ടുണ്ട്. പുതിയ ChatGPTയുടെ കാലമാണ്, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ കാലമാണ്. ഇനിയും എത്ര സങ്കീർണമായ ശക്തമായ സ്റ്റേറ്റ് ഉണ്ടായാലും അതിനെ പ്രതിരോധിക്കാനുള്ള ശേഷി വികസിപ്പിക്കാൻ മനുഷ്യന് സാധിക്കും എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. തീർച്ചയായിട്ടും ഇവിടെ നമ്മുടെ നാട്ടിൽ ഇതിലൊക്കെ വരേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ ഫെഡറൽ സിസ്റ്റം തന്നെ നഷ്ടപ്പെടുന്നു എന്നുള്ളതാണ്. അപ്പോൾ നമ്മളൊരു NEP എന്ന് പറയുന്നത് പോലെ തന്നെ ഈ വിവിധ പദ്ധതികളിലൊക്കെ സ്റ്റേറ്റ് മനുഷ്യൻ്റെ കരം പിടിച്ചെടുത്ത് സാമ്പത്തികമായിട്ട് ഒരു വലിയ ശക്തിയായതിനു ശേഷം ഞങ്ങൾ കാശ് തരണമെങ്കിൽ ഇന്ന പോലെ ഞങ്ങൾ പറയണ പോലെ ചെയ്യണമെന്ന് പറഞ്ഞിട്ട് പണ്ട് ഈ സോഷ്യൽ കോൺട്രാക്റ്റ് തിയറി ഉണ്ടല്ലോ, മനുഷ്യന്മാരെല്ലാം കൂടി ചേർന്നിട്ട് ഒരു അധികാര വ്യവസ്ഥ, കുറച്ച് ആളുകൾ ഭരിക്കാനായിട്ട് നിശ്ചയിക്കുന്ന ഒരു സമയത്തുള്ള ഒരു പരസ്പര ധാരണ എന്ന് പറയുന്നത്. ചില കാര്യങ്ങളിലാണ് ആ ഒരു ധാരണ ഉള്ളത്. പക്ഷെ അത് മാറി ഇപ്പോൾ സമഗ്രമായ ഒരു അധികാരം എല്ലാ രാജ്യത്തും അതങ്ങനെ തന്നെയാണ്. അധികാരത്തിൻ്റെ ഒരു ഭാവം വലിയ രീതിയിൽ മാറിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു കൺട്രോള് ആണ് യഥാർത്ഥത്തിൽ ലോകത്ത് വേണ്ടത്. കഴിഞ്ഞ നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ തന്നെ യഥാർത്ഥത്തിൽ സ്റ്റേറ്റിൻ്റെ ഈ ഭീകരമായ മാറ്റത്തിനെതിരെയുള്ള മുന്നേറ്റങ്ങളും ചർച്ചകളും പല നിലക്കും നടന്നു വരുന്നുണ്ടായിരുന്നു. ഇപ്പോഴും യഥാർത്ഥത്തിൽ നമ്മുടെ നാട്ടിൽ കേരളം, തമിഴ്നാട് പോലെയുള്ള കുറച്ചുകൂടി വ്യത്യസ്തമായി പോയിക്കൊണ്ടിരിക്കുന്ന സംസ്ഥാനങ്ങളൊക്കെ യഥാർത്ഥത്തിൽ ദേശീയ തലത്തിൽ തന്നെ ഉയർത്തിക്കൊണ്ട് വരേണ്ടത് സ്റ്റേറ്റിൻ്റെ ഈ സമഗ്രമായ അധികാരത്തെ തന്നെ ചോദ്യം ചെയ്യപ്പെടേണ്ടതുണ്ട്. ഈ പൗരത്വം നിർണ്ണയിക്കുന്നതിനുള്ള, മനുഷ്യൻ്റെ ജന്മാവകാശം പോലും നിർണ്ണയിക്കുന്നതിനുള്ള അത്തരം പല കാര്യങ്ങൾ, മൗലികമായിട്ടുള്ള ചില കാര്യങ്ങൾ തന്നെ യഥാർത്ഥത്തിൽ ഇവിടെ ചോദ്യം ചെയ്യപ്പെടേണ്ടതുണ്ട്. ഇപ്പോഴും നമ്മൾ ചില പദ്ധതികൾക്കെതിരെയാണ് സമരം ചെയ്യുന്നത്. പക്ഷേ ആ പദ്ധതികളിലേക്ക് എത്തിക്കുന്ന ഒരു സ്റ്റേറ്റിൻ്റെ ഐഡിയോളജി ഉണ്ട്. ആ ഐഡിയോളജി തന്നെ ചോദ്യം ചെയ്യപ്പെടേണ്ടതുണ്ട്. ഭരണകൂടം, ജുഡീഷ്യറി, ഭരണകൂടത്തിൻ്റെ അധികാരം ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ധാരാളം കാര്യങ്ങൾ അതിൻ്റെ പിന്നിലുണ്ട്. തീർച്ചയായിട്ടും പുതിയ തലമുറയ്ക്ക് ഇത്തരം കാര്യങ്ങളിൽ ചോദ്യം ഉയർത്താൻ സാധിക്കട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് ഈ പരിപാടിക്ക് എല്ലാവിധ അഭിവാദ്യങ്ങളും അർപ്പിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. നന്ദി.